ഒരു നടനും ഇല്ലാത്ത ക്വാളിറ്റി ബാലചേട്ടനുണ്ട്. അത് ബാലചേട്ടനെ അടുത്തറിയാവുന്നവർക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, മകളെ മിസ് ചെയ്യുന്നുണ്ടോ ഇന്ന്? എന്നും എല്ലാ നിമിഷവും. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെന്നെ ചോദ്യം. ഒരുപാട് പേര് എന്നോ கமெண்ட்லாம் சொல்கிறாங்க நியமபரமாயிட்டு அது இது எதுக்குப்பா நியமம். ஒரு சின்ன ஒரு தாட் சொல்கிறேனே, ஒரு அம்மா விசாரிக்கணும் மகளுக்கு அச்சன் அவசியம், அச்சனையும் மகளையும் பிரிക്കാൻ പാടില്ല, அது சாஸ்திரத்தில் இல்லை, ஏன் தெய்வத்துக்கே அது പാടില്ലன்னு ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടത്. മകൾക്ക് അച്ഛൻ ആവശ്യമെന്ന് അതിന് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കോടതിക്ക് പോയിട്ട് മകൾക്ക് അച്ഛൻ വേണമാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മകൾക്ക് അച്ഛൻ വേണം, അച്ഛനക്കും മകളെ വേണം. ഇത് ലോകത്തിൻ്റെ നിയമം. ഇത് എന്തിനാ മറ്റവർ പറഞ്ഞു കൊടുക്കണം? സ്വയം ചിന്തിച്ചാൽ പോരെ. ഞാനേ ഇതിനിടയ്ക്ക് എന്തിനാ ഇത്രയും ചർച്ചയും കമന്റും? ഈ കമന്റും ചർച്ചയിൽ ഉപരി ഉണ്ടല്ലോ, ഒരു 100 പേര് ഈ വീട്ടിൽ വന്നു, ബാലയുടെ വീട്ടില് ആഹാരമില്ല, പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങുമോ ഉണ്ടല്ലോ കഴിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. കഴിക്കട്ടെ. ഞാനൊക്കെ ബാലചേട്ടനെ ആദ്യം കാണാൻ നേരത്തെ ട്രോള് വീഡിയോയിൽ കണ്ടതാ, പുതുമുഖം എന്ന സിനിമയിൽ കണ്ടതാ. പക്ഷെ അതിലുപരി എനിക്ക് പ്രത്യേകം എനിക്ക് വിഷമം തോന്നിയത്, ട്രോളി കാണുമ്പം ഞാൻ പൊട്ടനാ ഒറ്റ ഡയലോഗാ. അടുത്തറിയുമ്പോൾ ബാലചേട്ടാ, നിങ്ങളെപ്പോലൊരു വ്യക്തി ഉണ്ടല്ലോ ലോകത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അടിക്കട കൈ അങ്ങോട്ട്. അല്ല ബാലചേട്ടാ, ഇത് ഓരോ ജനങ്ങളും അറിയണം. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്തുവാ? ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ബാലയ്ക്ക് സിനിമയില്ലേ, ബാലസഹായം മാത്രമേ ഉള്ളോ? അവിടെ എന്തോ പറയാനുള്ളത്? ഞാൻ വെയിറ്റ് പண்றேன்டா. ഞാൻ ഇനി പടം ചെയ്യുമ്പോൾ എനിക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ് അറിയണം. എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ഒരു നല്ല ഒരു നടനാണ്. അതിൻ്റെ മാക്സിമം ഞാൻ എനിക്ക് തരണം. ഞാൻ മാക്സിമം തന്നാലും ആ പടം വിജയിക്കുന്ന ഒരു പടമായിരിക്കണം. വിജയിച്ചാൽ മാത്രമേ, സക്സസ് വന്നാൽ മാത്രമേ ഇനിയും എന്നെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനിയും ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഗുണമുണ്ടാവും. സോ അതിനു വേണ്ടി, കാശിന് വേണ്ടിയല്ല, ആ ഒരു പോയിന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. കാശിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഈ 1.5 കൊല്ലത്തിൽ 2-3 സിനിമ അല്ല, എനിക്ക് ഒരു 20 പടമെങ്കിലും ഞാൻ ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞു. ചുമ്മാ പടങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലിരിക്കുന്ന വിശ്വാസം ഇനിയും പോകും. ഞാൻ ഒരു തിരിച്ചുവരവ് വന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ തിരിച്ചു വന്നതൊക്കെ ഒരു അർത്ഥമുണ്ട്. എനിക്ക് ജീവനേ ദൈവം കൊടുക്കാൻ പറ്റുമെങ്കിൽ, നല്ലെണ്ണം കേട്ടോല്ലോ, ചത്തുപോയ ഒരാൾക്ക് ജീവനേ ദൈവം കൊടുക്കുവാണെങ്കിൽ, എന്നെ പോലെ ഒരു ആൾക്ക് ഒരു പടം, നല്ല പടം ദൈവത്തിന് കൊടുക്കാൻ അറിയില്ല. സമയം വരുമ്പോൾ നല്ല പടം തരും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതാണ് എൻ്റെ തൊഴിൽ ധർമ്മം. റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ മുഖം, ഞാനും പൃഥ്വിരാജ് സൂപ്പർ ഹിറ്റ്, എനിക്കും പൃഥ്വിയോടെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. നമ്മ പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ ബിഗ് ബി2 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ പുലിമുരുകൻ സൂപ്പർ ഹിറ്റ്. അപ്പോൾ പുലിമുരുകൻ പോലെ ലാലേട്ടൻ കൂടെ ഒരു പടം അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. വരട്ടെ, വെയിറ്റ് ചെയ്ത്. വിളിക്കാറുണ്ടോ? പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ വരപ്പോൾ 30-ാം തീയതി ചുമ്മാ. എന്നാലും ബന്ധങ്ങളുണ്ടോ? എല്ലാവരും ഉണ്ട്. ബന്ധങ്ങളുണ്ട്. ഓക്കെ.